ഹലോ. അപ്പോൾ നമുക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ. ഇന്നെൻ്റെ മാമനും മാമിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഷസാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചിക്കറിയാണ് ഗൈസ്. ഇഞ്ചിക്കറി ഇവിടെ ഇത്രയും ആക്കി വെച്ചിട്ട് അമ്മ മുറ്റത്ത് എന്തോ പരിപാടിക്ക് പോയേക്കോ കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ കിടക്കുക. ഭാഗ്യം കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിക്കറി. അല്ല ഉള്ളി. ഞങ്ങളുടെ വീട്ടിലങ്ങനെ നോൺ വെജ് ഒന്നും വാങ്ങിക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ കഴിക്കത്തുള്ളൂ. അച്ഛനും അമ്മയൊന്നും കഴിക്കത്തില്ല. അപ്പം ഇതുപോലെ വിരുന്നുകാരൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ഇതുപോലെ ചിക്കനൊക്കെ വാങ്ങിക്കത്തുള്ളൂ. ചിക്കൻ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. ബീഫൊന്നും ഇവിടെ കേട്ടത്തേ ഇല്ല. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കറി വെച്ച് നമ്മൾ വാങ്ങിക്കത്തില്ലേ കറിയായിട്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെക്കാനൊന്നും സമ്മതിക്കത്തേ ഇല്ല ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കവർ കണ്ട്, ഇത് ഞാൻ അന്ന് ഓണത്തിന് അമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് മാമയുടെ അടുത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാരികളാണ് കേട്ടോ. ഇതെല്ലാം വെട്ടാനുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് കൊച്ചിന്, അതായത് മാമിയുടെ മോക്ക് ഞാനൊരു പാവാടയും ബ്ലൗസും തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഓണം കഴിഞ്ഞിട്ട് പനിയൊക്കെ ആയത് കാരണം എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല. എനിക്ക് ഒട്ടും വയ്യായിരുന്നത് കാരണം. അങ്ങനെ ഇന്നാണ് നമ്മളിത് വെട്ടാൻ വേണ്ടി എടുക്കുന്നത്. സത്യമായിട്ട് അന്ന് രാവിലെയാണ് ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. വെട്ടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മാമിയുടെ ഒരു ബ്ലൗസാണ്. അവൾക്ക് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് കുറച്ച് ഇറക്കം ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പം അവൾക്കൊരു ഏകദേശം ഫിറ്റായിരുന്നു കേട്ടോ. ഫിറ്റെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഓക്കെ ആയിരുന്നു ആ ബ്ലൗസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഏകദേശം ഒരു അളവിൽ ഞാൻ തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു അളവ് നോക്കി ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് അനിയത്തി വന്നത് കേട്ടോ. പിന്നെ തയ്ച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് വേഗം വന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്ക്, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ അത് ക്ലീൻ ആക്കി വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അമ്മയാണ് ഈ പറഞ്ഞത് കേട്ടോ. ഞാനങ്ങനെ ചിക്കൻ ക്ലീൻ ആക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒലച്ച് അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കത്തില്ല കേട്ടോ. എനിക്കത് ഓരോന്നും എടുത്ത് ഓരോ പീസ് എടുത്ത് നല്ലതായിട്ട് കഴുകി ക്ലീനാക്കി 5-6 വട്ടമെങ്കിലും ഞാൻ കഴുകിയിട്ടേ ചിക്കൻ ഉപയോഗിക്കാറുള്ളൂ ഗൈസ്. എനിക്ക് അല്ലെങ്കിൽ ഒരു തൃപ്തി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇച്ചിരി സമയം എടുക്കുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മൾ മുളക് പൊടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. മുളക് പൊടി മാത്രമല്ല, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3-3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് ചിക്കനകത്ത് ഇങ്ങനെ പുരട്ടി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അത് മാരിനേറ്റായി വരുന്ന സമയത്തിന് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പൊതുവേ ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് കേട്ടോ ഇടുന്നത്. അതാകുമ്പോൾ കടിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് നീളത്തിലരിഞ്ഞിട്ട് ഉള്ളി, നേരത്തെ ചിക്കൻ കറി വെക്കുമ്പോൾ ഉള്ളി ഞാൻ ചതച്ചിടുമായിരുന്നു. പക്ഷേ ഉള്ളി ഞാൻ അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയുടെ ഇതൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഉള്ളി ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 3 സവാള അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പിന്നെ രണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ, അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയില്ലേ, അതിൻ്റെ പകുതി മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതിയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അത് ഒരുപാട് മൂക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി മുളക് പൊടി മൂത്തിരിക്കുന്നതല്ലേ. അപ്പോഴാണെങ്കിൽ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് നല്ലപോലെ കുഴഞ്ഞ് പാകമായിട്ട് വരുവേ. ആ സമയത്താണ് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് ചിക്കനുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നല്ലതായിട്ടൊന്ന് പുരട്ടി എടുത്തതിന് ശേഷം കേട്ടോ, കുറച്ച് നേരത്തേന് ഈ ചിക്കനിൽ നിന്നുള്ള ഒരു വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും. എന്നിട്ടൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവേ. എന്നിട്ടാണ് നമ്മളിവിടെ ചൂടുവെള്ളം, അത്യാവശ്യം തിളയ്ക്കാറായ വെള്ളം കേട്ടോ, അത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല, അടച്ച് വെക്കുക, ഒരൊറ്റ ഫിസിൽ. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ അടുപ്പത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് തീർന്നു പോയി. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ അച്ഛന് ഒരു ഊസലും ഇല്ല. പിന്നെ ഞാൻ തന്നെ കുറ്റി എടുത്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ അത് കണക്ട് ചെയ്ത് പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്ത് ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അത്രയൊക്കെ ഒപ്പിച്ച് വെച്ചു. മോര് റെഡിയായി.
മോര്, പച്ചടി, നമ്മുടെ ഇഞ്ചിക്കറി. ഇതിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് പറിച്ച് വെച്ചേക്കുന്ന കറിവേപ്പില, പിന്നെ പപ്പടം. താണ്ടെ ഇത്തരം കാര്യങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തോരൻ ഉണ്ടാക്കുകയാണ്. നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ പയറിട്ട് തോരൻ വെക്കാറില്ല കേട്ടോ. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ വെക്കാറുള്ളൂ. അന്നെന്തായാലും പയറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബീട്രൂട്ടിനകത്ത്, ഓമയ്ക്കകത്ത്, കൂമ്പിനകത്തൊക്കെ നമ്മളിങ്ങനെ പയറിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അത് റെഡിയാക്കിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി, പാത്രം കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അതും തോരനും ആക്കിയിട്ട് അപ്പോഴത്തേനും അമ്മ വന്നു കേട്ടോ. അമ്മയെ വന്ന് പിന്നെ അമ്മയുടെ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ തയ്ക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് പാവാട കേട്ടോ. പാവാടയ്ക്കുള്ളത് ഞാനൊരു 4 മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാവാട അടിച്ച് റെഡിയാക്കി. അതിന് ശേഷം ബ്ലൗസ് അടിച്ചു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് അവർ വന്നായിരുന്നു. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. അതെനിക്കെടുക്കാൻ പറ്റിയില്ല ഗൈസ്. അവർ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ തയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഇതാണ് ആ ബ്ലൗസ്. അവൾക്ക് ഇട്ട് നോക്കി നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പാവാട ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞു.